ഇന്നത്തെ വ്ളോഗ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമം ഉണ്ടാക്കുന്ന ഒരു ന്യൂസ് അറിഞ്ഞായിരുന്നു. അൻസി ആൻഡ് അഞ്ജന, നമ്മുടെ മിസ് കേരള ആൻഡ് മിസ് കേരള ഫസ്റ്റ് റണ്ണറപ്പ് ആയ 2 കുട്ടികൾ ഹു ഹാഡ് വെരി ബ്രൈറ്റ് ഫ്യൂച്ചർ അഹെഡ് ഓഫ് ദം ഒരു വളരെ അൺഫോർച്ചുനേറ്റ് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. സോ ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അത് കേട്ടപ്പോൾ. മനസ്സിനുള്ളിൽ ഭയങ്കര ഒരു വിഷമം. ആൻഡ് അവർക്കും അവരുടെ ഫാമിലിക്കും അവരുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയൊക്കെ ഒരു ചെറിയ പ്രാർത്ഥനയെ കൂടെ തന്നെ ഇന്നത്തെ വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഫ്ലൈറ്റ് ക്യാൻസൽഡ്. എയർ അറേബ്യ എത്ര 429 ക്യാൻസൽഡ്. ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയമ്മ. നമ്മൾ പോവാൻ പോകുന്ന സ്ഥലത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഫുഡാണ്. അവിടെ തന്നെ വന്ന് ഇന്ന് കഴിക്കാന്ന് വിചാരിച്ച ഒരു സന്തോഷത്തിന്. ഞാൻ പൂജ ഒന്നും ചെയ്തില്ല. Hi guys, good morning. Welcome to very 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 wonderful day and very special day. നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. എങ്ങോട്ടാണ് ആരുടെയാന്ന് നിങ്ങൾക്ക് അറിയാലോ. ജെഫ്രി വെളിയിൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. സോ നമ്മുടെ യാത്ര തുടങ്ങുകയാണ്. ഞാൻ അധികം ഒന്നും ഇവിടെ നീട്ടിപ്പിടിക്കുന്നില്ല. ഐ ഡെഫിനറ്റ്ലി മിസ് പ്രിയ ആൻഡ് വേദു ആൻഡ് ആ ഒരു ട്രിപ്പില്ലാതെ പോകുന്ന ആദ്യമായിട്ടാണ്. പക്ഷേ അതിൻ്റെ കഥകളൊക്കെ ഞാൻ പിന്നെ പറയാം കേട്ടോ. കാരണം ഇപ്പം ഞങ്ങൾ പോകുന്ന സ്ഥലത്തല്ല ഞങ്ങൾ ആദ്യമേ പോകാനിരുന്നത്. ആ കഥയൊക്കെ പിന്നെ എയർപോർട്ടിൽ പോയി വിശുദ്ധമായിട്ട് ഇരുന്ന് പറയാം. ഹോപ്പ്ഫുള്ളി ലോഞ്ചിലിരുന്ന് ഫുഡ് കഴിച്ചിട്ട് പറയാം. അന്തുവിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം നമ്മൾ 3 പേരാണ് ഒരു ബുൾഫ് പാക്ക് എന്ന് പറയുന്നത്. ബട്ട് ഹി കുഡിൻ കം. പക്ഷെ കാല് ഒരുപാട് റിക്കവർ ആവുന്നുണ്ട്. എനിവേ അറ്റ്ലീസ്റ്റ് ഇവിടെ വന്നിട്ട് കുറച്ച് ഡൊമസ്റ്റിക് ട്രിപ്പ് ഒക്കെ ചെയ്തിട്ട് പിന്നെ എന്തായാലും ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് അന്തമായിട്ട് പോകുന്നതായിരിക്കും. സോ എന്തായാലും സൂപ്പർ എക്സൈറ്റഡ് ആൻഡ് ഐ കാൻ വെയിറ്റ് ടു ഗെറ്റ് ദിസ് ജേർണി സ്റ്റാർട്ടഡ്. ജെഫ്രിന്റെ റിയാക്ഷൻ നോക്കാം. ഗുഡ് മോർണിംഗ്. അങ്ങനെ എത്തിയിരിക്കുന്നത്. എന്താ ഒന്നും പറയാത്തത്? എന്തെങ്കിലും ഒന്ന് പറ. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയാനൊക്കെ പക്ഷെ അത് അറിയാൻ പുറത്തേക്ക് വന്നില്ല എന്നാന്നുള്ളത്. നമ്മളെ അധികം ഒന്നും ഇപ്പൊ എടുക്കണം. നമുക്ക് എയർപോർട്ടിൽ പോയി ചെക്കിനൊക്കെ ചെയ്ത് റിലാക്സ് ചെയ്ത് എടുക്കാം. എങ്ങോട്ടേക്കാ പോണെന്നൊന്ന് പറഞ്ഞു. ഐ പ്രോമിസ് ഓൺ എവ്രി എന്താ പറയണ്ട. എനിക്ക് അതൊന്നും പറയില്ല. ജെഫ്രിന് അറിയില്ല എങ്ങോട്ടാ പോകുന്നതെന്ന്. ഹി റിയലി ഡസന്റ് നോ. കാരണം അതെന്താ സംഭവം എന്നൊക്കെ പിന്നെ പറയാം. എയർപോർട്ടിലെത്തിയിട്ട് പറയാം. പക്ഷെ ഹി സ്റ്റിൽ ഡസന്റ് നോ. അപ്പൊ എന്റെ വിശ്വാസത്തിന്റെ പേരിൽ മാത്രമാണ്. പക്ഷെ 100% ജെഫ്രിന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യണം. ഐഡിയ ഉണ്ട് കുറെ സ്ഥലത്തേക്ക് പോകണമെന്നല്ല. പക്ഷെ അത് എങ്ങോട്ടാന്ന് അറിയില്ലല്ലോ. ഞാൻ 4-5 സ്ഥലങ്ങൾ പറയാം. അവിടെ ആയിരിക്കും ഇവിടെ ആയിരിക്കും അതൊക്കെ. അതിന്റെ കഥയൊക്കെ പിന്നെ പറയാം. നമ്മള് വലിയ പെട്ടിയായിട്ടാണ് പോകുന്നത്. കാരണം തിരിച്ചു വരുമ്പോ ഇപ്പൊ വലിയ സാധനങ്ങളൊന്നും ഇല്ല. പക്ഷെ തിരിച്ചു വരുമ്പോ കുറച്ച് സാധനങ്ങളായിട്ട് വരണം എന്നൊക്കെയാണ് ആഗ്രഹം. അതെ, പൊളിക്കല്ലേ? അടിപൊളി. എയർപോർട്ട് റോഡിൽ കേറി. എന്താ ലേറ്റ് ആയിട്ടില്ല. നമുക്ക് വേഗം കേറി എല്ലാം എൻജോയ് ചെയ്തിട്ട് അകത്ത് എക്സൈറ്റ്മെന്റ്. എനിക്കൊന്നും പറയാനില്ല. വേറൊരു കാര്യം ശ്രദ്ധിച്ചോ? നമ്മുടെ ഷൂസ് സെയിം. അതെ, ഞാൻ ജെഫ്രിനെ കൊണ്ട് എടുപ്പിച്ചു. എന്റെ പഴയതാണെങ്കിലും ഇതെന്റെ സിംബ കടിച്ചാണ്. പക്ഷെ എനിക്ക് ഇപ്പോഴും ഈ ഷൂസ് എന്റെ പുതിയതാണെങ്കിലും ഞാൻ അപ്പൊ അതൊരു സിമിലർ. എങ്ങനെയുണ്ട് ഷൂസ്? നല്ല പയ്യല്ലേ? ഞാൻ പറഞ്ഞല്ലോ, സ്കെച്ചേഴ്സിന്റെ ഈ ഷൂസ് മൾട്ടിപ്പിൾ യൂസ് ആണ്. ഓക്കെ, അതൊക്കെ പോട്ടെ. നമ്മുടെ കൊച്ചി എയർപോർട്ട് നമ്മുടെ ഏറ്റവും സന്തോഷം തരുന്ന ഒരു സ്ഥലമാണ്. എനിക്ക് ഇവിടെ നേരെ എങ്ങോട്ടാ? നമ്മൾ ഷാർജ വഴി ആകെ കൂടെ എനിക്കറിയാവുന്ന ഷാർജ വഴി ഒമാൻ പോകും. വേറൊന്നും എനിക്കറിയാൻ പാടില്ല. അവിടെ എങ്ങോട്ടൊക്കെയാ പോകണെന്നൊന്നും അറിയാൻ പാടില്ല. എന്റെ പാലത്തുങ്ങി അങ്ങ് പോവാ. നമ്മൾ എയർപോർട്ടിന്റെ വെളിയിലാണ്. ഒരാൾ ഭയങ്കര വിഷമിച്ചിരിക്കുവാണ്. പക്ഷെ എനിക്ക് ചിരി മാറില്ല. അങ്ങനെ ആയിപ്പോയി. ലൈഫ് നമ്മളെ ഹാർഡൻ ചെയ്യല്ലോ. അത് സംഭവം. ഫ്ലൈറ്റ് ക്യാൻസൽഡ്. എയർ അറേബ്യ എത്ര 429 ക്യാൻസൽഡ്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. നമ്മൾ അകത്ത് കയറ്റില്ല. അപ്പോൾ ഞാൻ നമ്മുടെ ഏജന്റിനെ വിളിച്ചിട്ടുണ്ട് എന്താ കാര്യം അപ്ഡേറ്റ് ചെയ്യാം. എനിക്ക് 100% ഞാൻ ഇപ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഓരോ ട്രിപ്പിനും പോകുന്നത്. അതുകൊണ്ട് ഒരാൾ നെഗറ്റീവ് അടിച്ചാലും എനിക്ക് നെഗറ്റീവ് ഇല്ല. എന്തെങ്കിലും ഒരു വഴി വരും, വന്നേ പറ്റൂ. അപ്പോൾ ഫ്ലൈറ്റ് ക്യാൻസൽഡ് ആണ്. എന്തേ കരയോ ഇപ്പൊ? അതെ, ഞാൻ ഇപ്പൊ സംസാരിച്ചു. 1-ാം തീയതിയാണ് ഇന്ന് ഫ്ലൈറ്റ് ഇല്ല. 3-ാം തീയതിയിലേക്ക് ഉണ്ടെന്ന് പറയുന്നു. സീറ്റ് കിട്ടുമോന്ന് അറിയില്ല. ഒരു അരമണിക്കൂറിൽ അറിയാം. അപ്പൊ അവിടെ ബുക്ക് ചെയ്തൊക്കെ പ്രശ്നത്തിൽ കിടക്കുവാണ്. ആകെ കൂടെ പ്രശ്നമാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. വേർക്കുന്നുണ്ട്. എവിടെ പോണ്ടേ? ഇപ്പൊ ആദ്യമേ നമുക്ക് വീട്ടിൽ പോയി എന്നിട്ട് തീരുമാനിക്കാം എന്താ ചെയ്യേണ്ടതെന്ന്. അതല്ലേ ബെറ്റർ. കരയട്ടാ. ഞാൻ ചിരിക്കല്ലേ ചെയ്യണത്. അതല്ലേ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് വിട്ടേ. പോയല്ലോ. ഫ്ലൈറ്റ് ക്യാൻസലായി. അപ്പൊ ഇനി നമ്മൾ അടുത്ത പോകുമ്പോൾ ചിലപ്പോ ചേട്ടൻ തന്നെ ആയിരിക്കും വരാൻ. വിളിച്ചാൽ മതി. അത് ഒരു നിമിത്തം അല്ലേ?
ജെഫ്രിനൊന്നും സംസാരിക്കില്ല കേട്ടാ. ഫ്ലൈറ്റ് ക്യാൻസൽ ആയി പോയമ്മ. ഒന്നും അറിയാം, ഫ്ലൈറ്റ് ക്യാൻസൽ ആയെന്ന് പറഞ്ഞവര്. ഇനി അടുത്ത ടിക്കറ്റ് മറ്റന്നാളത്തേക്കാണ്. അത് സീറ്റ് ഉണ്ടോ ഇല്ലയോ. സുരേഷ് ലഗേജിലല്ലോ, ഉണ്ടോന്ന് അറിയില്ല. എപ്പോഴും ഇങ്ങനെയാ എല്ലാ ട്രിപ്പിനും. കണ്ട അതൊന്ന്. രണ്ടാമത് ഇത് താങ്ങാൻ ഉള്ള മനസ്സും ശക്തി ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മളെ ടെസ്റ്റ് ചെയ്തോണ്ടിരിക്കുവായിരിക്കും. എനിക്കുണ്ട്. എനിക്കെന്തായാലും ഉണ്ടെന്ന് അറിയാതെ. ഒരാൾ കരഞ്ഞോണ്ടൊക്കെ ഇരിക്കരുത് അവിടെ. ആദ്യമായിട്ടല്ലേ, എത്ര വർഷത്തെ ആഗ്രഹം, ഞങ്ങളുടെ 10 വർഷത്തെ ആഗ്രഹം. ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയപ്പോ തൊട്ട് ഒരു ട്രിപ്പ് എബ്രോഡ് പോകണം എന്ന്. അപ്പൊ ഞങ്ങള് പോവാ കഴിക്കാൻ. ഫുഡാണ് ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു ആശ്വാസം, സന്തോഷത്തിന്. അപ്പൊ വൈകുന്നേരമായി. ഞങ്ങള് ഒരുപാട് കാര്യങ്ങളുണ്ട്, അകത്ത് കയറിയിട്ട് പറയാം. അപ്പൊ എന്താണെന്നറിയോ, ഡൽഹി വെച്ച് ഇത് സംഭവിച്ചില്ല. ഞങ്ങൾ റഷ്യ പോകുന്നതിന് മുമ്പ് ഭയങ്കര വിഷമമായിരുന്നല്ലോ. എന്നിട്ട് ഞങ്ങൾ പോയി ഫുഡ് കഴിച്ചപ്പോഴാണ് പോസിറ്റീവായിട്ട് വന്നത്. പക്ഷെ ഇപ്പോൾ ഓൾറെഡി കാര്യങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്. ആൻഡ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ചെറിയ ക്ലൂ തരുവാണ്. നമ്മൾ പോകാൻ പോകുന്ന സ്ഥലത്തെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് ഫുഡാണ്. അവിടെ തന്നെ വന്ന് ഇന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു, ഒരു സന്തോഷത്തിന്. ആൻഡ് നമ്മൾ അന്തൂനെ മേരിയാനൊക്കെ കണ്ടിട്ട് കുറേ അവരും ഇന്ന് ഇവിടെ ഉണ്ട്. സോ ഒരു ഹാപ്പി ആയിട്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കാം. ആൻഡ് നാളെ തൊട്ട് നമ്മുടെ യാത്രയായിരിക്കും. അപ്പോൾ എങ്ങോട്ടാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഫുഡ് കാണുമ്പോൾ ഒരു ഐഡിയ കിട്ടുമായിരിക്കും. കുനാഫ വേൾഡ് അറിയാലോ, കുനാഫ വേൾഡ്. ഇന്ന് ഒരു ഹാപ്പി ഫുഡ് വ്ളോഗ് ആയിരിക്കും. ഞങ്ങൾ എവിടെ ഇരിക്കേണ്ടായിരുന്നു, പക്ഷെ തിരിച്ച് ഇവിടെ തന്നെ വന്നിട്ടുണ്ട്. ഹലോ, ഞങ്ങൾ തിരിച്ചെത്തി. അന്തുവിനെ ആദ്യമായിട്ടായിരിക്കും താടിയൊക്കെ വെച്ച് കാണുന്നത്. ഞാൻ പൂജ ഒന്നും ചെയ്തില്ല. അപ്പൊ ഫുൾ കഥകൾ പറയാനുണ്ട്. ഓക്കെ, അതെ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി. ഇതൊന്നും സ്ക്രിപ്റ്റഡ് അല്ല, സംഭവിച്ച കാര്യം അത് പറയാം. അല്ല, അതല്ല നമ്മൾ പോണ്ട കാര്യം. ഞങ്ങളിപ്പോ വേറെ എവിടെ ഇരിക്കേണ്ടതായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അത് ആർക്കും അറിയില്ല. ജെഫ്രിന് അറിയാവോ? പിന്നെ മേരിയാൻ അറിയാവോ? പക്ഷെ കുനാഫ ഇഷ്ടമാണോ? അപ്പൊ മിക്കവാറും എന്ത് ഒരു റെഗുലർ കസ്റ്റമറിനെ കിട്ടാൻ സാധ്യതയുണ്ട്. കുറെ പൈസ പോകും. നമുക്ക് രണ്ടുപേരെ രണ്ട് ഡിഫറെന്റ് ഹെയർ സ്റ്റൈൽ കണ്ണും കണ്ണും ഇപ്പൊ പക്ഷെ എനിക്കൊന്ന് വേദന അത്ര മുടിയല്ലേ തീയൊക്കെ ആയിട്ടുണ്ട് തോന്നുന്നു. പെട്ടെന്ന് മുടി വളർന്ന തീയൊക്കെ. കിട്ടിയിട്ടില്ല. ഹായ് പറ. എനിക്ക് വേദന ഹായ് പറ. കണ്ണും കണ്ണും. അതെ, പ്രിയ മേരിയാനും കൂടെ ഒരു കഥ പറയാനുണ്ട് എനിക്ക്. ഈ കുനാഫ വേൾഡ് തുടങ്ങി എങ്ങനെയാണെന്നറിയോ? ജമീല റൂഹി എന്ന് പറഞ്ഞ ഞാൻ ഇവരുടെ വെബ്സൈറ്റ് വായിച്ചതാ. ഒരു റൂഹി എന്ന് പറഞ്ഞ ഒരു ലേഡി ഹസ്ബൻഡ് കഷ്ടപ്പെട്ട് ടയേർഡായി വീട്ടിൽ വന്നപ്പോ അദ്ദേഹത്തിനെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു കുനാഫ ഉണ്ടാക്കി കൊടുത്തു. അല്ല, ഇവരെ ഒന്ന് ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാ. അത് എനിക്ക് പറയുന്നത് കേക്ക്. ഉണ്ടാക്കി കേൾക്കാനായിരിക്കും. അപ്പൊ അത് ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഹസ്ബൻഡ് അത് കുറച്ച് ഫ്രണ്ട്സിന് കൊടുത്തു. അത് ഹിറ്റായി. അങ്ങനെ അവര് 10 ബ്രാഞ്ച് ഉണ്ട് ഇപ്പൊ. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ഫ്യൂച്ചറിൽ വലിയ സംഭവങ്ങളാവാം. തുടങ്ങിയോണ്ട് നമ്മൾ ഉണ്ടാക്കിയത് ശരിയല്ല, അവരുടെ ഇത് മേടിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം എന്ന് തോന്നിയാൽ ഉണ്ടാക്കി തരാം. അപ്പൊ ഇവിടെ പെർമിഷൻ ചോദിച്ചു. അവർ വെളിയിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉണ്ടാക്കുന്ന ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. കുനാഫ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു മിഡിൽ ഈസ്റ്റേൺ ഡെസേർട്ട് ആണ്. നമ്മുടെ സേമിയ വറുത്ത് അതല്ലാതെ അതിലൂടെ ചീസും പിന്നെ നട്ട്സും ഒരുപാട് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊണ്ടുവരാം. എൻ്റെ വേൾഡിൽ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഫേവറേറ്റ് ഡെസേർട്ട് ആണ്. ഈവൻ ദോ ഐ എം എ ചോക്കോഹോളിക്. അപ്പോൾ അറിയാത്തവർക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ജസ്റ്റ് കാണും ചെയ്യാം. പ്ലസ് ഇത് സംതിങ് ഭയങ്കര ഒരു ഡെലിഷ്യസ് ആണ്. ഗൾഫിലുള്ള ആൾക്കാർക്ക് എസ്പെഷ്യലി അതിനെക്കുറിച്ച് അറിയാം. സോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ആദ്യമേ കാണിച്ചു തരാം. ഞാൻ ഉണ്ടാക്കുന്ന കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കൊതി വരും കേട്ടോ. ആദ്യമേ ഇത് ബേസ് ഉണ്ടാക്കണം. ബേസിക് ഇൻഗ്രീഡിയൻസ് ആണ്. ഇത് സേമിയ, പക്ഷെ ഇത് ബട്ടറെ മിക്സ് ചെയ്ത സേമിയാണ്. ചീസ് ഇത് ഇവര് വെയിറ്റ് നോക്കാനാണ്. അപ്പൊ ആദ്യമേ ബട്ടർ ഇടും അല്ലേ? ഓക്കെ, അപ്പൊ ആദ്യമേ ഇങ്ങനെ ബട്ടർ അവരിടും. ഭയങ്കര ഒരു കാലറി ഡെൻസ് ആയിട്ടുള്ള ഒരു ഫുഡാണ്. ബട്ടറൊക്കെ അവർ എല്ലാം വെയിറ്റ് നോക്കിയാൽ സോ ദാറ്റ് കൺസിസ്റ്റൻസി ഇസ് ദ കീ എന്ന് പറയുന്നത്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ഭക്ഷണം കിട്ടാനായിട്ട് എല്ലാം വെയിറ്റ് നോക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി സേമിയ ഇടും. എല്ലാത്തിനും കാരണം ഇവിടെ എല്ലാത്തിനും ബേസ് ഒന്ന് തന്നെയാണ്. പിന്നെയാണ് ഓരോ ടോപ്പിങ്സും അതൊക്കെ വരുന്നത്.
കണ്ട സേമിയ നല്ല സോഫ്റ്റ് ആയിരിക്കും, അത് ബട്ടറായിട്ട് മിക്സ് ചെയ്തുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ കിട്ടും ഹെവി ബട്ടറിന്റെ സ്മെല്ല്. അത് ഇടേണ്ട രീതി ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒട്ടിപ്പിടിക്കരുത്. ശരിക്കും എനിക്ക് എൻ്റെ കുവൈറ്റ് കാലമാണ് ഓർമ്മ വരുന്നത്. പക്ഷെ ഇത് ഉണ്ടാക്കുന്നതൊന്നും കണ്ടിട്ടില്ല, കഴിക്കുന്ന മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് കണ്ട നല്ല സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് ചീസ് ഇടും, കുറച്ചല്ലാട്ടെ കുറച്ച് അത്യാവശ്യം ചീസ് ഉണ്ട്. ഈ ചീസും സേമിയും കൂടെ ഉള്ള ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് വേറെ ഒന്നൊന്നൊരു ടേസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് മുകളിൽ വീണ്ടും കുറച്ച് സേമിയ ഇടും. കാണുമ്പോൾ എളുപ്പമല്ലേ, നമ്മുടെ വീട്ടിലുണ്ടാക്കാന്ന് വിചാരിക്കും. പക്ഷെ ഞാൻ വീട്ടിൽ ഇത് എത്ര ഉണ്ടാക്കിയിട്ട് ഒരു ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പൊ ഇത് ഇവരുടെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ്, മെനുവിലില്ല. പക്ഷെ ഇതിന്റെ കഥ ഞാൻ പറയാം. നബുൾസി കുനാഫ എന്നാണ് ഇതിന്റെ പേര്. ഇത് സേമിയനെ പക്ഷെ പൊടിച്ചിട്ടിരിക്കുവാണ്. ആൻഡ് ഇതാണ് മെയിൻ ഒരു കാരണം ഞങ്ങൾ വീണ്ടും ഇവിടെ വരാൻ. കാരണം ഞങ്ങള് ഇവിടെ കുറെ നാളൊന്ന് വന്നിരുന്നു. അന്ന് ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയത്. പക്ഷെ വീണ്ടും വന്നു, കാരണം കുനാഫ എൻ്റെ ഒരു ഭയങ്കര ഒരു ഇഷ്ടമുള്ള സാധനമാണ്. വന്ന് ഇത് കഴിച്ചപ്പോഴും അല്ലാതെ വേറെ ഇവിടെ ബേക്ക്ഡും ഉണ്ട്. ആ സമയത്ത് നമ്മുടെ സാധാരണ ഇവിടെ ഇപ്പൊ കുക്ക് ചെയ്യാൻ പോകുന്ന രീതിയിലുള്ളതുണ്ട്. എനിക്ക് ബേക്ക്ഡ് ശരിക്കും അത്രയും ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇതും പിന്നെ ഇവിടുത്തെ സാധാരണ ഇങ്ങനെ ഒത്തന്റിക് രീതിയിൽ ഉണ്ടാക്കുന്ന കുനാഫ കഴിച്ചപ്പോൾ ഭയങ്കര ഇഷ്ടമായി. അതാണ് ഞങ്ങൾ ഇവിടെ വീണ്ടും വന്ന് വ്ളോഗ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ ബട്ടർ ഇട്ട് മിക്സ് ചെയ്യാണ്. ഓക്കെ, ഭയങ്കര ടേസ്റ്റ് ആണ്. നിങ്ങളിത് എൻ്റെ പേര് ഒന്നും കൂടെ പറയാം ലാസ്റ്റ്. നബുൾസി കുനാഫ മെനുവിലില്ല, പക്ഷേ ദിസ് ഇസ് എ വണ്ടർഫുൾ ഡിഷ്. എനിക്ക് കുറച്ചും കൂടെ ട്രഡീഷണൽ ആണ് ഇഷ്ടം. പ്രിയയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. ഇതിലും ബാക്കിയുള്ള പ്രിപ്പറേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ സെയിം ബട്ടർ ഇടും. ഞാൻ എല്ലാം വെയിറ്റ് നോക്കിയാണ് അവർ ചെയ്യുന്നത്. ഞാൻ ആ ബട്ടറിൽ ഇഷ്ടംമാതിരി ബട്ടർ ഉണ്ട്, അതിലാണ് ഈ ഒരു സേമിയ പൊടി ഇടുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഭയങ്കരമായിട്ട് മിക്സ് ആയിരിക്കും. ഓരോ ബൈറ്റിലും ബട്ടറിന്റെ റിച്ച്നെസ് ആണ്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണിത്. സേമിയ പൊടി ഇട്ട് സെറ്റ് ചെയ്തിട്ട് ഇനി ഇതില് ചീസ് അല്ല, അതാണ് ഒരു ട്വിസ്റ്റ്. ഇതിൽ ക്രീമാണ് അവരിടുന്നത്. അത് ഒരു സംഭവം തന്നെയാണ് ഈ ക്രീം. കുനാഫ വിത്ത് ക്രീം. ഞാൻ എപ്പോഴും കുനാഫ ചീസ് കഴിച്ചിരിക്കുന്നത്, പക്ഷെ ഇവര് പറയുന്ന കുറെ രാജ്യങ്ങളിൽ വിത്ത് ക്രീം കുനാഫ സെർവ് ചെയ്യുന്നുണ്ടെന്നാണ്. ആൾക്ക് വിശന്നിട്ട് ഇവിടെ വന്ന് കാവലാണ്. സമയം എടുക്കും ജെഫ്രി, എനിക്കിത് കാണിച്ചല്ലേ പറ്റൂ. ഞാൻ ചോദിച്ചു വാങ്ങിയ പെർമിഷൻ. ആൻഡ് ഫൈനലി എൻ്റെ മുകളിൽ വീണ്ടും ഈ പൊടി ഇട്ട് സെറ്റ് ചെയ്യും. ഇനിയാണ് കുക്കിംഗ് തുടങ്ങാൻ പോകുന്നത്. തുടങ്ങിയിട്ടില്ല. ടൈം എത്രയായിട്ടാ? 10 to 15 minutes. അത്രേ ഉള്ളൂ. ഓക്കെ. ഇത് ആക്ച്വലി ഈ കിടന്ന് കറങ്ങുന്നതാണ്. അപ്പൊ ഈവൺലി കുക്ക് ആയിക്കൊണ്ടിരിക്കും. ആ ഒരു ഫയർ ഡിസ്ട്രിബ്യൂഷൻ ഈവൺ ആയിട്ട് കിട്ടും. നമ്മൾ എബ്രോഡൊക്കെ പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിലും ടർക്കിയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത് കാണാം, റോഡ് സൈഡിൽ ഇങ്ങനെ കാണാം. എസ്പെഷ്യലി ടർക്കി ആൻഡ് ഈ ലെബനോൺ അങ്ങനത്തെ സ്ഥലത്തൊക്കെ. ആൻഡ് ദുബായിലൊക്കെ, കുവൈറ്റിലൊക്കെ ഇത് വലിയ പാത്രത്തിലാണ് കാണുന്നത്. അപ്പോൾ 15-20 മിനിറ്റ് എടുക്കും. ആൻഡ് അത് കഴിഞ്ഞിട്ടാണ്, ഇതിലിപ്പോൾ മധുരം ഒന്നും ആഡഡ് അല്ല. അപ്പോൾ നമ്മൾ സിറപ്പൊക്കെ സെപ്പറേറ്റ് തരുവാണ്. സോ നമുക്ക് ഇഷ്ടമുള്ള അത്രയും മധുരമൊക്കെ ആഡ് ചെയ്യാം. ആൻഡ് എനിക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാം. പക്ഷേ ഇത് കുക്ക് ചെയ്യുന്നത് കാണാൻ നല്ലൊരു ഭംഗിയല്ലേ. അതായത് അപ്പോൾ നമ്മുടെ ഈ ട്രിപ്പിന്റെ വിവരം, കുനാഫ അവിടെ കുക്ക് ആയിക്കൊണ്ടിരിക്കുക. നമ്മുടെ ഈ ട്രിപ്പിന്റെ വിവരം ഉണ്ടല്ലോ, ഫുൾ ആദ്യം തൊട്ടുള്ള കഥ, നമ്മുടെ പ്ലാനിങ്ങും ക്യാൻസൽ ആയതും എല്ലാം ഞാൻ ഇത് ഫുഡ് കഴിഞ്ഞിട്ട് പറയാം. വീട്ടിൽ പോയിട്ട് പറയാം. ഇപ്പൊ ഇവരായിട്ടൊക്കെ ഇത് എൻജോയ് ചെയ്ത് ഫുഡൊക്കെ കാണിക്കാമല്ലോ. അപ്പൊ ലാസ്റ്റ് നിങ്ങളൊന്ന് കാണുക. ആൻഡ് ഞാൻ പറയുന്നത് 100%, ഐ ഡോണ്ട് നോ വൈ ദിസ് ഹാപ്പൻസ് ടു us, പക്ഷേ 100% നടന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും നമ്മൾ വ്ളോഗിന് വേണ്ടിയോ അല്ലെങ്കിൽ അങ്ങനെ സ്ക്രിപ്റ്റ് ഓൾവേസ് ഹാപ്പൻസ് ടു us. ആൻഡ് റോ ആയിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് പ്രസന്റ് ചെയ്യണം. അപ്പൊ വീട്ടിൽ പോയിട്ട് ആ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പൊ ഒന്ന് നല്ല കുനാഫ എൻജോയ് ചെയ്യാം. എന്നെ വിളിച്ചത് കാണിക്കാനാ, ഫുഡായിട്ടില്ല. ഫുഡ് എടുക്കാൻ വേണ്ടി സെൽഫ് സർവീസ് ആണ് ഇവിടെ. എപ്പോഴും വിചാരിച്ചു ഫുഡായിട്ട് വന്നതാണ്, പക്ഷെ ഫുഡായിട്ടില്ല. ഇത് തിരിച്ചെടുത്ത് കാണിക്കാൻ എന്നെ വിളിക്കാൻ പറഞ്ഞേ. അതെ, ഓക്കെ. ഇത് കണ്ടാ ഇങ്ങനെ നമുക്ക് അങ്ങനെ തിരിക്കാൻ പറ്റുള്ളൂ. ഓക്കെ. ആഹാ, സുഖമായിട്ട് വന്നു. ഇത് സംഭവമാണ്. ഇത് പ്രിയ ഇതിന് വേണ്ടി അടിയാവും. ചേട്ടാ 10 മിനിറ്റിലാവുമല്ലോ അല്ലേ? 10 മിനിറ്റ് ആവും. അല്ലെങ്കിൽ ഒരാൾ പ്രശ്നം ഉണ്ടാക്കും കേട്ടാ, ഫുൾ കട തല്ലിപ്പൊളിക്കും. അതിനാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ വേറൊരാളും ഉണ്ട്. 10 മിനിറ്റ്സും കൂടെ എടുക്കും. ഫുഡൊക്കെ ഓൾമോസ്റ്റ് റെഡി ആയി. പക്ഷെ ഫുഡ് വ്ളോഗ് ചെയ്യാനുള്ള ഗ്യാങ് ആയിട്ട് പോകുമ്പോൾ പ്രശ്നം അറിയോ, എല്ലാവരും വിഷന്നിരിക്കുകയാണ്. ആൻഡ് ഇത് ടേബിളിൽ കൊണ്ടുപോകുമ്പോൾ അവരോട് 1 മിനിറ്റ് ഞാൻ ഒന്ന് ഷൂട്ട് ചെയ്തോട്ടെ എന്ന് പറയുമ്പോൾ പിന്നെ അതൊരു അടിയിലേക്ക് കലാശിക്കുള്ളൂ. അപ്പോൾ പെപ്രാളായിരിക്കും ഫുഡ് അവിടെ എത്തിക്കഴിഞ്ഞാൽ. മാക്സിമം വേഗം ഷൂട്ട് ചെയ്യാം. എന്തെങ്കിലുമൊക്കെ ഔട്ട് ഓഫ് ഫോക്കസ് ആയാലും ഒന്ന് ക്ഷമിക്കുക. പിന്നെ വേറെ കുറച്ച് വെറൈറ്റി ഉണ്ട്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല, ജസ്റ്റ് ഇപ്പോൾ ട്രൈ ചെയ്യാണ്. ഇത് സേമിയ വെച്ച് ഉണ്ടാക്കുന്നതന്നെ, സെയിം ഈ ബേസ് പോലത്തെ തന്നെ കോണാണ്. പക്ഷെ ഇതിൽ ചോക്ലേറ്റ് ഇടും അല്ലേ? ന്യൂട്ടെല്ല കോൺ. ഇത് അന്തു ഏറ്റെടുത്തോളും. ഫുൾ ന്യൂട്ടെല്ലയാണ്. ഫുൾ ന്യൂട്ടെല്ല. മുകളിൽ ക്രീമും വരും. നടുക്ക് സെന്ററിൽ ക്രീം വരും.
ഓക്കെ, കുറച്ച് ക്രീം ആൻഡ് വീണ്ടും ബാക്കി ന്യൂട്ടല്ല. എന്റെ അമ്മോ. ഓ, മുകളിൽ കുറച്ച് ട്വിസ്റ്റ്. ഇത് മിക്കവാറും അത് ആർക്കും കൊടുക്കില്ല കേട്ടോ. എല്ലാം റെഡി ആയിട്ടുണ്ട്. ഒരു 2 മിനിറ്റ് ഇവിടെ സാധനങ്ങളൊന്ന് വെക്കണം കേട്ടാ. അതെ, എനിക്കൊരു ഡൗട്ട് വെക്കുന്നുണ്ട്. ഇവിടെ ആർക്കെങ്കിലും ന്യൂട്ടല്ല ഇഷ്ടമാണോ? ന്യൂട്ടല്ലയുടെ ഒരു സംഭവം ഉണ്ട്, എന്തോ നോക്കിക്കോ. ഇഷ്ടമല്ല ന്യൂട്ടല്ല? എനിക്കൊന്നും ഇഷ്ടമല്ല. ആ, മേരി എന്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് കുനാഫയിൽ ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയില്ല, പക്ഷെ ലോട്ടസ് ബിസ്കോഫിയാണ്. സോ എന്തായാലും അത് മേരിയാൻ ഇഷ്ടപ്പെടും. കുനാഫ വിത്ത് ലോട്ടസ് ബിസ്കോഫ്. ലോട്ടസ് ബിസ്കോഫ് ലവേഴ്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. അത് സാധാരണ നമ്മുടെ ഒരു പാർലിജി ബിസ്ക്കറ്റ് പോലത്തെ ലണ്ടനിലെ കണ്ട ബിസ്ക്കറ്റ് ആണ്, പക്ഷെ ഭയങ്കര ഫാൻസ് ആണ് അതിനിവിടെ. ബിസ്ക്കറ്റ് ലോട്ടസ് ബിസ്കോഫ് എന്ന് പറയുന്ന മേരിയാന്റെ ഫേവറേറ്റ്. ഇത് മിക്കവാറും മേരിയ തന്നെ ഏറ്റെടുത്തോളൂ. ഇത് അസോർട്ടഡ് ആണ്, പക്ഷെ ഇത് ഞാൻ പറഞ്ഞില്ല ബേക്ക്ഡ് ആണ്. അപ്പൊ ഇതിലിപ്പോ ആദ്യമേ വരുന്ന കാരമല്, അല്ലാതെ ഇനി ന്യൂട്ടല്ല ഉണ്ട്, ക്രീമും ഉണ്ട്, പിന്നെ നട്ടി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. അപ്പൊ ആദ്യമേ കാരമല്. ആഹാ, ഇത് ന്യൂട്ടല്ല. ന്യൂട്ടല്ല പിന്നെ ലവേഴ്സ് ഒരു കുഴപ്പമില്ലല്ലോ. എനിക്ക് ആസ് യൂഷ്വൽ ചിലപ്പോൾ പ്ലെയിൻ ആയിരിക്കും ഇഷ്ടം, പക്ഷേ ചോക്ലേറ്റ് ഒന്നും വരുമ്പോൾ പറയാൻ പറ്റില്ല. ഇത് നട്ടി, കുറേ നട്ട്സ് ഇടും. ഇതിനൊന്നിനും മധുരം കാണില്ലായിരിക്കും. നമ്മളെല്ലാത്തിലും ഷുഗർ സിറപ്പ് ആഡ് ചെയ്യണേ. ഇഷ്ടംമാതിരി നട്ട്സ് വരുന്നുണ്ട്. ആഹാ, ഈ സ്ഥലമില്ല, നട്ട്സ് ഇടാൻ സ്ഥലമില്ല. ആർക്കൊക്കെ കൊതി വരുന്നുണ്ട്, ആരുടെയൊക്കെ വായിൽ തുപ്പല് നിറഞ്ഞിരിക്കുന്നുണ്ട്, കമന്റ് ചെയ്യണം. ഇതിന്റെ മുകളിൽ പിസ്ത പൗഡർ ഇടും. പിസ്ത ആക്ച്വലി അറിയാലോ, മിഡിൽ ഈസ്റ്റിലെ ഡെസേർട്ടിന്റെ ഒരു മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ്. റെഡി ആയിട്ടുണ്ട്. അവർ വരുന്നതിന് മുമ്പ് എടുക്കട്ടെ. ഇത് നമ്മുടെ സാധാരണ ചീസ്. ഇത് നബുൾസി. ഇത് ന്യൂട്ടല്ല കോൺ. സാഫ്രൺ ഇട്ട സിറപ്പാണ്. സോ യു ക്യാൻ ഇമാജിൻ ദ ക്വാളിറ്റി. സാഫ്രൺ ഇട്ട ഷുഗർ സിറപ്പാണ്. ഇത് അസോർട്ടഡ് ആൻഡ് ഇത് ലോട്ടസ് ബിസ്കോഫ് ആൻഡ് ഇതിലും ഷുഗർ സിറപ്പ് ഉണ്ട്. സോ താങ്ക് യു. താങ്ക് യു ഭയ്യ. ജെഫ്രി, സെൽഫ് സർവീസ് ആണ്, പോയി എടുക്കാൻ പറ്റുമോ? ഇത് കാണുമ്പോൾ ഒരു മേരിയന്റെ മൊത്തം ഒരു സന്തോഷം കാണുക. അതേ ഒരു കാര്യമുണ്ട്, നോക്കിക്ക്. മതിയോ? ഇതിന്റെ അകത്ത് എന്താന്ന് കഴിച്ചു അറിയാലോ അല്ലേ? നമ്മൾ ഓവർലോഡ് ആക്കാൻ ന്യൂട്ടല്ല ഓവർലോഡ് എന്ന് പറഞ്ഞു കേട്ടോളെ. ഇത് എല്ലാത്തിലും നമ്മൾ സിറപ്പ് ഒഴിക്കണം. പക്ഷെ മേരിയാന്റെ സിറപ്പ് ഇഷ്ടമല്ല, അത് കുഴപ്പമില്ല, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. എങ്ങനെയുണ്ട് കോൺ? ടൂ മച്ച് ഓഫ് ന്യൂട്ടല്ലയാണോ? ഇതെങ്ങനെയുണ്ട്? ലോട്ടസ് ബിസ്കോഫ്, കുനാഫ. മേരിയാന്റെ ഷുഗർ സിറപ്പ് വേണ്ടാന്ന്, അപ്പൊ അത് കുഴപ്പമില്ല. ഇത് ജെഫ്രിൻ എങ്ങനെയുണ്ട്? തുടങ്ങിയോ? തുടങ്ങി. ഇത് മൂന്നാമത്തെ. ആദ്യം തന്നെ ട്രൈ ചെയ്യാത്തൊരു കാര്യം ട്രൈ നോക്കാം. ന്യൂട്ടല്ല കോൺ. സോ ഫുൾ ന്യൂട്ടല്ലയാണ്. കുറച്ച് പിസ്തയുണ്ട്, അടിയിൽ മറ്റേ കുറച്ച് സേമിയ. ഓ, ഇത് ഭയങ്കര ഓവർലോഡ് ആണല്ലോ. എന്തു ന്യൂട്ടല്ല? ഓവർലോഡ് ഓഫ് ന്യൂട്ടല്ല. അബ്സല്യൂട്ട്ലി ഡെലിഷ്യസ്. ന്യൂട്ടല്ല ഇഷ്ടമുള്ളവർക്ക് വേറെ ഒന്നും നോക്കാനില്ല. മേരിയന്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വന്ന് കഴിക്കുന്നതൊക്കെ സാധനം ഒന്ന് തന്നെയാ. നോക്കുമ്പോ അപ്പുറത്തൊക്കെ നാളെ ഇപ്പുറത്തൊന്ന് കഴിക്കുന്നത്. ജെഫ്രിൻ എല്ലാത്തിനും എടുക്കുന്നുണ്ടല്ലോ. ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിൽക്ക് ജെഫ്രിൻ. എനിക്ക് ഒരെണ്ണത്തിൽ നിൽക്കാൻ പാടില്ല. ഇതാണ് ചീസിന്റെ ഇത്. കണ്ടോ, ശരിക്കും ഒരു ഗോൾഡനിഷ് ബ്രൗൺ ക്രിസ്പി ആൻഡ് ചീസാണ്. കണ്ട, അടിയിൽ ഫുൾ ഷുഗർ സിറപ്പ് അത് പെനിട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് എന്റെ ഫേവറേറ്റ്, പ്ലെയിൻ ചീസ് കുനാഫ. പ്രിയ, ഇതല്ലേ മറ്റേ ഫേവറേറ്റ് സാധനം? അന്ന് കഴിച്ച ഓർമ്മയില്ലേ? ആ, ജെഫ്രിൻ എന്റെ അടുത്ത് തന്നെ ഇരിക്കുക. ഡെലിഷ്യസ് ക്രീമി ചീസ്, ക്രിസ്പി ടോപ്പിംഗ്, കുറച്ച് പിസ്താഷ്യോ ടോപ്പിംഗ്. ഇറ്റ്സ് സോ ഡെലിഷ്യസ്, സോ ഡെലിഷ്യസ്. ലോട്ടസ് ബിസ്കോഫ് സിറപ്പ് വേണ്ട. അപ്പൊ എനിക്ക് പറ്റില്ല, എനിക്ക് സിറപ്പ് ഒഴിക്കണം. ഞാൻ ഒഴിക്കും. നിങ്ങൾ കഴിച്ചു കഴിഞ്ഞോ? സോസ് ഈ സൈഡിലേ ഉള്ളൂ. ഇത് ആഹാ, ബിസ്ക്കറ്റ് വേണ്ടല്ലോ. നോക്കട്ടെ എങ്ങനെയുണ്ട് ലോട്ടസ് ബിസ്കോഫ്. നോക്കട്ടെ.
ഇത് ഇതൊക്കെ സോസ് ഒഴിച്ചു ഓ ലോട്ടസ് ബിസ്കോഫ് അടിപൊളിയാ. പക്ഷെ ഞാൻ പറഞ്ഞ ബിസ്കോഫ് അടിപൊളിയാ. മേരിയാൻ പറഞ്ഞ കറക്റ്റാ. സോസ് ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല മധുരം ഞാൻ പറഞ്ഞേ അടിപൊളി. നല്ലൊരു ഫ്ലേവർ കയറി പിടിക്കും. ആ ഇത് ലാസ്റ്റ് എല്ലാവരും വെച്ചിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും മധുരം. ഇതാണ് ബേസിക് അല്ലേ? ഇത് ബേസിക് ചീസ്. അതായത് സ്വീറ്റ് അല്ല. പക്ഷെ ഇത് ഓവൻ ബേക്ക്ഡ് എനിക്കറിയില്ല കേട്ടോ. നിങ്ങൾ ഇത് തന്നെ എടുക്കണം. സ്റ്റൗവിൽ ഉണ്ടാക്കിയത് തന്നെ. ഇത് ഈ ഓവൻ ബേക്ക്ഡ് ആണ്. ഇത് ഞാൻ നട്ട്സ് ഉള്ളതൊന്ന് ട്രൈ നോക്കട്ടെ. ഇതും ചീസ് തന്നെയാണ്. ഇത് കുറച്ചും കൂടെ ഒരു ക്രിസ്പിനെസ് കിട്ടും. പക്ഷെ ഇതിലും കണ്ട നട്ട്സ്, ചീസ്, സേമിയ, കുറച്ച് കാരമൽ എല്ലാം ഉണ്ട്. ഓൺ ബേക്ക്ഡ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്കൊന്ന് മിനി ആയതുകൊണ്ട് എന്താണെന്ന് അറിയില്ല. പക്ഷെ ഇത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നട്ട്സ് ഒരുപാട് ഫ്ലേവേഴ്സ് ട്രൈ ചെയ്യാം. പക്ഷെ ഞങ്ങളുടെ ആബ്സല്യൂട്ട് ഫേവറേറ്റ് ഈ സംഭവം തന്നെയാണ്. മേരിയാൻ്റെ അതുമാണ്. അതല്ല കാലിയല്ല മിണ്ടാട്ടല്ലല്ലോ. അതെ. എന്ത് അതിന് ഓടി നടന്ന് കഴിക്കണ്ട. ഞാനും മേരിയാനാണ്. അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ പോയി അറ്റാക്ക് ചെയ്ത് അതുപോലെ അടിപൊളിയായിട്ടുണ്ട്. ഇതും ഭയങ്കര ടേസ്റ്റ്. പക്ഷെ ഭയങ്കര മധുരം. ഇത് ക്രീം. നല്ല കഴിച്ചില്ല. ഇത് ക്രീമാ, ചീസില്ല. ആക്ച്വലി ഒരു ഇന്ത്യൻ ഡെസേർട്ടിന്റെ ടേസ്റ്റ് ആണ്. എനിക്ക് അത് പ്രിയയുടെ ഫേവറേറ്റ്. എന്റെ ഫേവറേറ്റ് ഇത് തന്നെയാണ്. എന്താ ജെഫ്രി വലിയ ഫോർക്ക് ഒടിച്ച് വെറുതെ ഇരിക്കുന്നത്? കൈയൊക്കെ ഒന്ന് മാറിയെങ്കിൽ എനിക്ക് ഇത് ഇവിടം വരെ എത്താൻ പറ്റും. ആ ന്യൂട്ടെല്ല കോൺ അവിടെ തീരുമാനമായ ഇതല്ലേ? ഇത് രണ്ടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ന്യൂട്ടെല്ല കോൺ ഇസ് നൈസ്. പക്ഷെ അത് ഓവർലി ന്യൂട്ടെല്ല തന്നെയാണ്. ലോട്ടസ് ബിസ്കോഫ് ഇസ് റിയലി ഗുഡ്. അത് ഷുഗർ സിറപ്പ് ഇല്ലാതെയും കഴിക്കാം. പിന്നെ മിക്സ് ആയിട്ടുള്ള സംഭവം എല്ലാം അടിപൊളി. നമ്മുടെ ഒരു വിഷമം മാറിയില്ലേ? നാളെ ട്രിപ്പ് റെഡിയാണ് ജെഫ്രി. ഫ്ലൈറ്റ് കയറാതെ ഒരു സമാധാനം ഇല്ല അല്ലേ? അതെ, ഇപ്പത്തെ കാലത്ത് അതേ നടക്കുന്നുള്ളൂ. അതെ, എല്ലാവരും കാലിയായല്ലോ. വല്ലതും പറയാനുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? അതിനെ ലോട്ടസ് ബിസ്കോഫ് ഇട്ട് കിട്ടിയാൽ ഭയങ്കര ഹാപ്പി ആണല്ലോ. ക്ഷീണം പോലെ. ന്യൂട്ടല് അത് ന്യൂട്ടല് ഇത് എല്ലാവരും കുറച്ചേരം ഇവിടെ ഇരിക്കണം. ജെഫ്രി പിന്നെ ഒന്നും കഴിച്ചില്ല. അഭിപ്രായം ചോദിക്കാൻ പറ്റില്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ടല്ലേ നമ്മളിത് കഴിക്കുന്നത്. നമ്മൾ ഫുഡ് കഴിച്ചില്ല. ഇനിയാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അതെ, പറ അല്ല അത് ഇത് കഴിഞ്ഞ് പറയാം. ക്യാമറ ഓഫ് ചെയ്തിട്ട് പറയാല്ലേ? ഇവര് രണ്ടുപേരും ഒരു ട്രീറ്റ് ഉണ്ട് കേട്ടാ. എന്തിനാ? ഇവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീല് 1 മില്യൺ ഇവരുടെ എത്ര? 5. അത് പറ്റില്ല. അതെന്റെ നാച്ചുറാലിറ്റിന്റെ ആക്ടിങ് ആയിരുന്നു. നോക്കണം. ഇവര് മേരിയാന്റെ ഇൻസ്റ്റാഗ്രാമിൽ കേറിയാൽ കാണാൻ പറ്റും. അത് അന്തുവാണ് അതിന്റെ നടൻ. അതെ, മേരിയാന്റെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആണെങ്കിലും അന്തുവിനാണ് ഫുൾ ക്രെഡിറ്റ് കേട്ടല്ലോ. ആ റീല് വന്നപ്പോ അന്തു പറയണേ അങ്ങനെ എന്നെയും സിനിമയിലെടുത്തു. ഗൈസ്, അപ്പൊ ബാക്കി കാണാം. കുനാഫ വേൾഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പനമ്പിളി നഗറിൽ എക്സാക്ട് ആയിട്ട് ആലിബാബയുടെ ഓപ്പോസിറ്റ് ആണ് വരുന്നത്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡിസേർട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ഡെഫിനറ്റ്ലി വിൽക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുകയെന്ന് അറിയില്ല, കാരണം ഇതൊരു അക്വയർഡ് ടേസ്റ്റ് ആണ്. പക്ഷെ എനിക്ക് നമ്മുടെ മലയാളീസിന് ഏറ്റവും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ ഒരു ട്രെൻഡിങ് സാധനമാണ് കുനാഫ. ആൻഡ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ബട്ട് ഐ പേഴ്സണലി പ്രിഫർ ദ ക്ലാസിക് ചീസ് വേർഷൻ. ബേക്ക്ഡ് അല്ല, സാധാരണ ക്ലാസിക് ചീസ്. ആൻഡ് പ്രിയയ്ക്ക് മറ്റേ പേരെന്തായിരുന്നു? നബുൾസി കുനാഫ. അത് പ്രിയയ്ക്കും ബാക്കിയുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഡെഫിനറ്റ്ലി ടു ട്രൈ ഇറ്റ് ഔട്ട്. ആൻഡ് ഇപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ എപ്പോഴും ഫുഡ് ഇസ് എനിക്ക് ഒരു പോസിറ്റിവിറ്റി ആയിരുന്ന കാര്യമാണ്, എസ്പെഷ്യലി ഗുഡ് ഫുഡ്. അപ്പോൾ നമ്മുടെ ട്രിപ്പ് മുടങ്ങിയതിൻ്റെ ഒക്കെ ഒരു വിഷമം മാറി. ഡീറ്റെയിൽസ് ഒക്കെ എന്തായാലും വീട്ടിൽ പോയിട്ട് സമാധാനത്തോടെ ഇരുന്ന് പറയാം ഞങ്ങളുടെ ഫുൾ ട്രിപ്പിനെ കുറിച്ചുള്ളത്. ഓക്കെ, അപ്പോൾ വിടാലോ പോവാലോ. അതെ, അതും ഇനി വീട്ടിലിരുന്ന് വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. സ്വിഗ്ഗിയിലും സൊമാറ്റോയിലും ഒക്കെ ഉണ്ട്. ന്യൂട്ടെല്ല കോൺ കിട്ടും. ന്യൂട്ടെല്ല കോണും കിട്ടും. വേണമെങ്കിൽ ലോട്ടസ് ബിസ്കോഫേ കിട്ടും. അപ്പൊ ഗൈസ്, ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇറ്റ് വാസ് സച്ച് എൻ ഇവന്റ്ഫുൾ ഡേ. കുനാഫ വേൾഡ് അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഐ എം ഷുവർ കുനാഫ ലവേഴ്സിന് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടും. ആൻഡ് പനമ്പിളി നഗറിലെ ആലിബാബയുടെ ഓപ്പോസിറ്റ് ആണ്. പിന്നെ ഞങ്ങളുടെ ട്രിപ്പിനെ കുറിച്ച് ഞാൻ പറയാം. നമ്മൾ ആക്ച്വലി ഒക്ടോബർ 23 ഞങ്ങൾ എയർ അറേബ്യ ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ്.
ഓക്കെ. ഒക്ടോബർ 23 പോകേണ്ടതാണ്. ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് നവംബർ 1 23 ഞങ്ങൾ അർമേനിയയിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടു. കാരണം കുറച്ച് രാജ്യങ്ങളെ ഓപ്പൺ ഉള്ളൂ. ആൻഡ് വീട്ടിൽ എനിക്ക് വ്ളോഗ് കുറേ ചെയ്യണം എന്നില്ല. നമ്മൾ റഷ്യയിൽ പോയിട്ട് വന്ന് 1 മാസത്തോളം ഇരുന്ന് എനിക്ക് എന്തെങ്കിലും ട്രാവൽ വ്ളോഗ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അർമേനിയ പോകാൻ പ്ലാൻ ചെയ്തപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരു ഫാമിലി ഡെസ്റ്റിനേഷനായിട്ട് എനിക്ക് തോന്നിയില്ല. കുറച്ചുകൂടെ ഒരു ഹൈക്കിംഗ്, ട്രെക്കിംഗ്, പിന്നെ താമസം. ഇപ്പോൾ യെരവാൻ എന്ന് പറഞ്ഞാണ് ക്യാപിറ്റൽ. അവിടെ നിന്ന് വിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഭയങ്കര ലക്ഷറി സംഭവങ്ങളൊന്നുമില്ല. സോ എനിക്ക് വേഗം ഫ്രീ ആയിട്ട് പോകണമെന്നില്ലായിരുന്നു. ആദ്യമായിട്ട് ഞാൻ അന്തും ജെഫ്രിനോടും വരാമോന്ന് ചോദിച്ചു. പക്ഷെ എൻ്റെ ഇടയ്ക്ക് അന്തുവിൻ്റെ കാലൊന്ന് ഒരു ചെറിയ ലിഗമെന്റ് ടയർ ഫ്രാക്ചർ ആയിട്ടുള്ള സർജറിയാണ്. ഇപ്പോഴും റിക്കവറിങ് ആണ്. ഓൾമോസ്റ്റ് 1-2 ശരിയാവും. ജെഫ്രിൻ ഒന്ന് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ആൻഡ് ലക്ലി ജെഫ്രിൻസ് ക്ലയൻറ്റിനോട് എല്ലാവരുടെയും ജെഫ്രിൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഈ അപ്പം വിസ കിട്ടിയിട്ടില്ല. കാരണം വിസയുടെ റിക്വയർമെന്റ്സിനുള്ള എല്ലാ ക്രൈറ്റീരിയയും ബാങ്ക് ബാലൻസും ഇൻകം ടാക്സും എല്ലാം ഞങ്ങൾ 2 പേർക്കും ഉണ്ട്. അപ്പോൾ വിസ എന്തായാലും കിട്ടുമെന്ന് നമുക്ക് ഉറപ്പായി. നമ്മുടെ ഏജന്റ് പറഞ്ഞു. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തു. പക്ഷേ ടിക്കറ്റ് നോൺ റീഫണ്ടബിളും നോൺ ക്യാൻസലബിളും ആണ്. അങ്ങനെ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കും പറയാം വിസ കിട്ടുന്നില്ല എന്ന്. അതായത് ഞങ്ങൾ 23 പോകേണ്ടത്. അപ്പോൾ ഒരു 20 ആയപ്പോഴാണ് പറഞ്ഞത് വിസ ഇല്ലാന്ന്. ഫുൾ ടെൻഷനായി. എയർ അറേബ്യ റീഫണ്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ നമ്മുടെ ഏജൻസി സംസാരിച്ച് അത് വൗച്ചറായിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ വൗച്ചറായിട്ട് തന്നിട്ട് അപ്പോൾ ജെഫ്രിൻ അറിയാലോ, ഒരാൾക്ക് ഒരു 10 വർഷത്തെ ഒരു ആഗ്രഹം ആയിട്ട് ഒരു എബ്രോഡ് ഒരു വെക്കേഷൻ പോകണമെന്നായിട്ട് പുള്ളി ജെഫ്രിൻ ഖത്തറിലൊക്കെ ആയിരുന്നു. പക്ഷേ വെക്കേഷൻ അല്ലല്ലോ, ഒരു ജോലിക്ക് പോയി. അപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച് നടന്നപ്പോൾ അതെനിക്കൊന്ന് 6 മാസം 1 വർഷം 6 മാസം വാലിഡിറ്റി ഉണ്ടെന്ന് തോന്നുന്നു ആ വൗച്ചറിന്. പക്ഷേ ഈ അർമേനിയ പോകുന്ന എമൗണ്ടിന്റെ അവരൊരു 10% പിടിച്ചു. ഏകദേശം ഒരു 42,000 കണ്ടായിരുന്നു ടിക്കറ്റ് പോയിട്ട് വരെ. അതിന്റെ ഒരു 10% അറൗണ്ട് ഒരു 4,000-5,000 റുപ്പീസ് അവർ പിടിച്ചിട്ടാണ് ബാക്കി വൗച്ചറായിട്ട് തന്നത്. വൗച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വെച്ച് വേറെ ഫ്ലൈറ്റേ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് ക്യാഷ് ആയിട്ട് തിരിച്ച് കിട്ടില്ല. ഓക്കെ. അപ്പം പിന്നെ നമ്മൾ നോക്കി ഏതൊക്കെ സ്ഥലങ്ങൾ ഓപ്പൺ എന്ന്. ആദ്യമേ നമ്മുടെ മനസ്സിൽ വന്നത് വീണ്ടും യുക്രൈനിലേക്ക് പോകാം. കാരണം യുക്രൈൻ കാണാത്ത കുറേ സ്ഥലങ്ങളുണ്ട്. എനിക്ക് എന്തായാലും എവിടെയെങ്കിലും പോകണമെന്ന് നിർബന്ധമായിരുന്നു. എസ്പെഷ്യലി ജെഫ്രിന് അത്ര ഒരു ഹോപ്പ് കൊടുത്ത സ്ഥിതിക്ക്. അപ്പോൾ യുക്രൈൻ നോക്കിയപ്പോൾ അതെന്തായാലും കിട്ടുമെന്ന് വിചാരിച്ചു. അൺഫോർച്ചുനേറ്റ്ലി യു ഗൈസ് വോണ്ട് ബിലീവ് ഇറ്റ്, അതും കിട്ടിയില്ല. എന്താ കാരണം എന്നറിയില്ല. അവർ വിസ അണ്ടർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നു. പക്ഷേ അതാവോ ഇല്ലയോ എന്നറിയില്ല. അത് കഴിഞ്ഞിട്ട് എനിക്ക് നവംബർ 15 ആകുമ്പോഴേക്കും തിരിച്ച് നാട്ടിൽ എത്തണം. കാരണം എൻ്റെ പാസ്പോർട്ട് ഞങ്ങൾ വേറൊരു വിസയ്ക്ക് അപ്ലിക്കേഷന് കൊടുക്കാൻ പ്ലാൻ ഉണ്ട്. അപ്പോൾ അത് 15 എത്തിയാലേ നമുക്കത് നടക്കുള്ളൂ എന്നുള്ള രീതിയായിരുന്നു. അപ്പോൾ എനിക്ക് അറിയാലോ, ട്രാവൽ ചെയ്യുമ്പോൾ കുറച്ച് ടൈം വേണം. കാരണം നമ്മൾ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്നില്ല. ഒരു 3-4 ദിവസത്തേക്ക് പോകാൻ പറ്റില്ല. ഇന്ത്യക്കുള്ളിൽ പോകാൻ താല്പര്യമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഈ ഗൾഫിലേക്ക് എന്തായാലും പോകണ്ട. അതങ്ങനെ ഒരു വ്ളോഗിങ്ങിൽ അങ്ങനെ സ്പെഷ്യലായിട്ട് കാണിക്കാവുന്നില്ല. ഒമാനൊക്കെ നമ്മുടെ മനസ്സിൽ വന്നു. പിന്നെ ഞങ്ങൾ മാറി ഉസ്ബെക്കിസ്ഥാൻ അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ നോക്കി. ഒരു സ്ഥലവും അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യൻസിന് ഓപ്പൺ അല്ല. പിന്നെ യൂറോപ്പിലേക്കൊന്നും നടക്കില്ല. കാരണം എയർ അറേബ്യ പോകുന്ന സ്ഥലത്തേക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു സ്ഥലം പ്ലാൻ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇന്ന് പോയി എയർപോർട്ടിൽ പോയത്. അതും ഫ്ലൈറ്റ് ക്യാൻസലായി. എന്താ കാരണം ഒന്നും അറിയില്ല. ഫ്ലൈറ്റ് ക്യാൻസലായി. പക്ഷെ അതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. കാരണം വൗച്ചർ അവരായിട്ട് ക്യാൻസൽ ചെയ്താൽ നമുക്ക് തിരിച്ചു തരും. പൈസയൊന്നും പോകില്ല എന്ന് പറയും. പക്ഷേ നമ്മുടെ ട്രിപ്പ് പോലെ ഞങ്ങളുടെ അവിടുത്തെ ഹോട്ടൽ ബുക്കിങ്സ് ഒക്കെ പോവും. ആ പോകുന്ന സ്ഥലത്ത് ഞാൻ വേറെ ഡൊമസ്റ്റിക് ഫ്ലൈറ്റ്സ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോവല്ലോ. സോ അങ്ങനെ വഴക്കടിച്ച് നമ്മുടെ ഏജന്റ് ഭാവം ഒരുപാട് ഓടി ആ ഇന്നത്തെ ഫ്ലൈറ്റ് നാളത്തേക്ക് ആക്കി തന്നു. സോ നാളെ നമ്മൾ പോവാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വ്ളോഗ്സ് കാണുമ്പോൾ നിങ്ങൾ ഈ ബാക്ക് സ്റ്റോറി ഒന്നും അറിയുന്നില്ല. നമ്മൾ എത്രമാത്രം സ്ട്രെസ്സാണ്. നമുക്ക് ആ 20-ാം തീയതി തൊട്ട് തുടങ്ങിയ സ്ട്രെസ്സാണ്. എത്ര ഹാർഡ് വർക്കിംഗ്, എത്ര എഫേർട്ടും എടുത്തിട്ടാണ് ഓരോ ട്രിപ്പും സാധിക്കുന്നതെന്ന് അറിയുക. എസ്പെഷ്യലി കോവിഡ് ടൈംസിൽ. സോ ആൻഡ് നമ്മൾ ഒരിക്കലും തളരുന്നില്ല. നമ്മൾ കീപ്പ് ഓൺ ട്രൈങ് തന്നെയാണ്. ജെഫ്രിനൊക്കെ ഹോപ്പ് ലോസ് ചെയ്തു. വിട്ടുകളതില്ലു നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഐ വോണ്ടഡ് ടു ആ പുള്ളിയുടെ ഒരു എക്സൈറ്റ്മെന്റിൽ ഐ വോണ്ടഡ് ടു ബ്രിങ് ഇറ്റ് ടു ലൈഫ്. സോ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. ഇപ്പോഴും എനിക്കറിയില്ല നാളത്തെ ഇനി എന്തെങ്കിലും വിഷയം ഉണ്ടാവുമെന്ന്. ബട്ട് ഹോപ്പ്ഫുള്ളി നോ. അങ്ങനെ നാളെ ഞങ്ങൾ ഒരു സ്ഥലത്ത് പോകാൻ 100% ഷുവർ യു ഗൈസ് വിൽ എൻജോയ് ഇറ്റ്. ആൻഡ് ഇനിയിപ്പം ആ സ്ഥലത്തേക്ക് ഞാനും ജെഫ്രിനും തന്നെയാണല്ലോ പോകുന്നത്. കാരണം ഞങ്ങൾ 2 ടിക്കറ്റാണ് എടുത്തത്. ആൻഡ് ഹോപ്പ്ഫുള്ളി ദാറ്റ്സ് ഗോയിങ് ടു ബി ആൻ അമേസിംഗ് ട്രിപ്പ്. ആൻഡ് ഇതാണ് ഇത്രയും നാൾ സംഭവിച്ചത്. നിങ്ങളുടെ സപ്പോർട്ട് വളരെ ആവശ്യമുള്ള ഒരു ടൈമാണ്. നിങ്ങളുടെ പോസിറ്റീവ് കമൻസും എൻകറേജ്മെൻറ്റ്സും എല്ലാം വേണം. അപ്പോൾ നമുക്കും ഒരു ഹാർഡ് വർക്ക് ചെയ്യാനും നമുക്കും ഒരു എൻകറേജ്മെൻ്റ് ആവും. ആൻഡ് വി ആർ ട്രൈ അവർ റിയലി ബെസ്റ്റ്. ഇപ്പോൾ ഒരു ദിവസം നഷ്ടപ്പെട്ടപ്പോൾ നമുക്കിനി ചില ദിവസം 2 വ്ളോഗ്സ് ഒക്കെ എടുക്കേണ്ടി വരും. സോ ഓടി നടന്നായിരിക്കും നമ്മൾ എടുക്കുന്നത്. പക്ഷെ ഓരോ വ്ളോഗ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എടുക്കണം. സോ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ റീഷെഡ്യൂൾ ചെയ്തൊക്കെ ഉണ്ട്. പക്ഷേ ഇറ്റ് വിൽ ബി എ ലോട്ട് ഓഫ് ഹാർഡ് വർക്ക്.
അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് എൻകറേജ്മെന്റ് ഒക്കെ വേണം, നിങ്ങളത് അറിയിക്കും ചെയ്യണം ഞങ്ങളെ, സോ ദാറ്റ് വീൽ ഓൾസോ ഫീൽ വെരി ഹാപ്പി ആൻഡ് വി ആർ ഹോപ്പ്ഫുള്ളി വിൽ എന്റർടൈൻ യു ആൻഡ് നിങ്ങൾക്ക് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് കൊണ്ടുവരാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ അത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വ്ളോഗ് അവസാനിപ്പിക്കുകയാണ്. എന്തായാലും അന്തും മേരിയാൻ എല്ലാവരും കൂടെ വന്നപ്പോൾ നമുക്ക് ആ രാവിലത്തെ വിഷമം മാറി, ഒരു നല്ല കുനാഫയൊക്കെ കഴിച്ചപ്പോൾ എല്ലാവരും ഹാപ്പിയായി. അപ്പോൾ എന്തായാലും നാളെ മറക്കാതെ കാണുക ആൻഡ് ഹോപ്പ്ഫുള്ളി ഞങ്ങൾ കാണുമ്പോൾ ഫ്ലൈറ്റിലായിരിക്കും, ഡെസ്റ്റിനേഷനിൽ എത്തിക്കാണും. ആൻഡ് നാളത്തെ വ്ളോഗിൽ അപ്പോൾ വീണ്ടും കാണാം. ജെഫിന് ഇവിടെ തന്നെയാണ്, വീട്ടിൽ പോയില്ല, കിടന്നുറങ്ങി. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണുന്നവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.